സർക്കാർ സ്കൂളിൽ വേറിട്ട പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് PSMN ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളാണ് പ്രതിഷേധിച്ചത്. പരാതി നൽകിയിട്ടും ക്ലാസ് മുറികളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിലാണ് പ്രതിഷേധം. മന്ത്രി വി ശിവൻകുട്ടി ഓഗസ്റ്റ് 1 ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് PSMN ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 നില കെട്ടിടമാണിത്. പ്രൊജക്ടറോ ബോർഡോ ഇല്ലാത്ത ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കേണ്ട ഗതികേടിൽ പരാതി നൽകിയിട്ടും സ്കൂൾ പ്രിൻസിപ്പൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് +1, +2 വിദ്യാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ക്ലാസ് മുറികളിൽ കയറില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കുറേ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ പ്രിൻസിപ്പൽ റൂമിൽ, പക്ഷേ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പാരൻസിനെ അവരെ കൊണ്ടുവന്ന് അവരടുത്ത് പരാതി കൊടുത്തു. എന്നിട്ടും ടീച്ചർമാർ ക്ലാസ്സിൽ നിന്ന് കരയുവാണ്, പഠിപ്പിക്കാൻ പറ്റാനില്ല, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ല ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്, അവർക്ക് പഠിപ്പിക്കാൻ പറ്റാനില്ല, അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ. പഠനോപകരണങ്ങളുടെ അപര്യാപ്തത മാത്രമല്ല, അടിസ്ഥാന സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് സയൻസ് ലാബ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. പരാതി പറഞ്ഞ രക്ഷിതാക്കളോട് കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റാനാണ് പ്രിൻസിപ്പൽ ആശാറാണി പറഞ്ഞതെന്ന് രക്ഷിതാവ് വ്യക്തമാക്കുന്നു. പേരൻസിൻ്റെ അടുത്ത് കുട്ടികളൊന്ന് പറയുമായിരുന്നു, അപ്പം നമ്മൾ വിചാരിക്കും ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്നു. പക്ഷേ ഇവിടെ ഒന്നും ശരിയാവണില്ല. ലാസ്റ്റ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ ആയ സ്ഥിതിക്ക് പേരൻസ് ഇറങ്ങി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഇന്നലെയാണ് വെള്ളം കൊണ്ടുവച്ചത്. പിന്നെ ഈ ബെഞ്ചും ഡെസ്ക് മാറ്റിയത് കുട്ടികളാണ്. അതിൽ 2 കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതും പ്രിൻസിപ്പളിൻ്റെ വിഷയമില്ല. 10 ദിവസത്തെ അവധി പറഞ്ഞു. 10ാമത്തെ ദിവസം ഇവർ വന്ന് മാന്യമായിട്ട് സംസാരിച്ച് വളരെ മോശപ്പെട്ട അതിൻ്റെയൊക്കെ റെക്കോർഡിങ് ഇവരുടെ ഫോണിലുണ്ട്. മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച്, പക്ഷേ അവർ ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂൾ മാറ്റിക്കൊണ്ട് വയ്ക്കോ. കുട്ടികൾ പുതിയ കെട്ടിടത്തിന്റെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടെ പഴയ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ നടക്കുന്നത്. സർക്കാർ ഫണ്ട് വൈകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രിൻസിപ്പൽ ആശാറാണി ഉന്നയിക്കുന്ന വാദം. തടസ്സമില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫണ്ട് വരുന്നുണ്ട്. ഇവരിയ്ക്കുന്ന ക്ലാസ്സാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. പുതിയ ബിൽഡിംഗിൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ പ്രതിഷേധം കൂവിയത് ടീച്ചർ പോവാറുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസം ഉയർന്നുവെന്ന് വീമ്പ് പറച്ചിൽ നടത്തുന്ന വിദ്യാഭ്യാസ മന്ത്രി കാണുന്നുണ്ടോ ഈ കാഴ്ച? പേരൂർക്കടയിലെ PMN സ്കൂളിന്റെ അവസ്ഥയാണിത്. ഈ +1ലെയും +2ലെയും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരത്തിലൊരു ഡെസ്ക് വലിച്ചു നീട്ടി ഈ ബോർഡ് ഇങ്ങനെ വെച്ചുകൊണ്ടാണ്. വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും കുട്ടികൾ പ്രതിഷേധിച്ചിട്ടും മൗനം പാലിക്കുകയാണ്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. നടപടിയെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പുമാണ്. നടപടിക്കായി കാത്തു നിൽക്കാൻ സാധിക്കില്ല. സമയം നഷ്ടപ്പെടുന്നത് അവർക്ക് പഠിക്കുവാനുള്ളതും കൂടിയാണ്. നടപടിയെടുക്കുവാനും ഉത്തരം പറയുവാനും ബാധ്യസ്ഥർ കൂടിയാണ് സ്കൂൾ അധികൃതരും പ്രിൻസിപ്പലും. ക്യാമറമാൻ അനൂജിനൊപ്പം വീണ, ജനം, തിരുവനന്തപുരം.